എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മറുവശത്തിന്റെ സനദ് ചോദിച്ചാൽ നമ്മൾ പറയാ അപ്പുറത്ത് വന്ന് പ്രസംഗിക്കുന്നത് ഹുസൈൻ സലഫി, ഹുസൈൻ സലഫിന്റെ ഉസ്താദ് ഉമർ മൗലവി, ഉമർ മൗലവിന്റെ ഉസ്താദ് KM മൗലവി, മേലോട്ടുള്ളതൊക്കെ ഇപ്പുറത്തെ ഇമാമിങ്ങളാണ്, അവരെ കിതാബുകളാണ് ഞാനിവിടെ കൊണ്ടുവന്ന് നിരത്തിയത്. ഇതിൽ മുഴുവനും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടൽ വഫാത്തിന് ശേഷം പുണ്യമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ പുണ്യമാണെന്നാണ്. അങ്ങനെ ചെയ്തവരൊക്കെ കാഫറാണെന്ന്, മുശ്രിക്കാണെന്നാണ് ഇവരെ വാദം. അങ്ങനെ വരുമ്പോൾ ഉമർ മൗലവിന്റെ മേലെ, KM മൗലവിന്റെ മേലെ ഇവരെ ഉസ്താദുമാര് മുഴുവനും മുശ്രിക്കീകളും കാഫിരീങ്ങളുമാണ് എന്ന് പറയുന്നൊരു സിദ്ധാന്തം ഞാൻ ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കാൻ പറ്റുമോ? അല്ല. ഈ പറഞ്ഞ ഇമാമിങ്ങളെ കിതാബുകളിൽ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവി ലോകത്തുണ്ടെങ്കിൽ എന്റെ ഈ സദസ്സിൽ പങ്കെടുത്ത ആയിരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിനയപൂർവ്വം അദ്ദേഹത്തെയും വിളിച്ചു വന്ന് ഈ കിതാബുകൾ പരിശോധിക്കാൻ അവസരമൊരുക്കുക. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. ഇനി ഞാൻ കിതാബുകളിലേക്ക് കടക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇനിയാണ് നമ്മുടെ ഖണ്ഡന പ്രസംഗത്തിന്റെ ശരിയായ രുചി നമ്മുടെ സലഫി അറിയാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. ഈ കരയുദ്ധത്തിൽ നിങ്ങൾക്ക് കാണാം, സലഫി വരട്ടെ, ഓരോ വരവും വരട്ടെ, ഞാൻ ഉദ്ധരിക്കുന്ന ഓരോ കിതാബുകളിലും ഉണ്ടോ ഇല്ലേ, രണ്ടിലൊന്ന് പറയണം. ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഞാൻ ഹുസൈൻ സലഫിയോടും പറയുന്നു, എല്ലാ മൗലവിമാരോടും പറയും. ആദ്യമായി പറയാം, മഹാനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഓ ജനങ്ങളെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം 4 മദ്ഹബ് സ്വീകരിക്കണം എന്നതിൽ യോജിച്ചിരിക്കുന്നു. 4 മദ്ഹബ് സ്വീകരിക്കാതെ വഖദ് സാറ അഹ്ലുൽ ഇസ്ലാമിൽ യൗമ അലാ തഖ്ലീദി ഹഉലാഇൽ അയിമ്മത്തിൽ അർബഅ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നതിൽ ലോകത്ത് ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാത്ത വിധം മുസ്ലിം ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു. മഹാനവറുകൾ പറയുകയാണ്, എന്നിട്ട് അഹ്മദ് ഇബ്നു ഹംബൽ, അബൂ ഹനീഫ, ശാഫിഈ, മാലിക് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾ വിശദമായി വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ആ 4 മദ്ഹബ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ ആ വന്നവരോട് പറയാനുള്ളത് ഇതാ, ومدعي الاجتهاد لهذا العهد مردود على عقبه مهجور تقليده. ഞാൻ തന്നെ ഖുർആനും ഹദീസും നോക്കി നിയമം കണ്ടെത്തും, ഒരു ഇമാമിന്റെയും ആവശ്യം ഇല്ല എന്ന് പറയുന്ന കക്ഷികൾ മർദൂദുൻ അലാ അഖ്ബിഹി, അവനെ വന്ന കാലിന്റെ മേലെ തിരിച്ചയക്കേണ്ടതാ. മഹ്ജൂറുൻ തഖ്ലീദുഹു, ആ 4 മദ്ഹബ് വിട്ടുകൊണ്ട് ആര് എന്ത് നിയമം ഖുർആനോ ഹദീസോ ഉദ്ധരിച്ച് പറഞ്ഞാലും അവനെ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് നിർവാഹമില്ല, തള്ളപ്പെടേണ്ടതാണ്. ഇത് ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് ഓരോന്നോരോന്നായി കടക്കട്ടെ. നമ്മുടെ ഒന്നാമത്തെ വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടാമോ, തേടിക്കൂടെ എന്നതാണ്. അതിന് ഞാൻ 4 മദ്ഹബിന്റെ കിതാബുകളും ഓരോരോ മദ്ഹബിൽ നിന്നെടുത്ത് ഉദ്ധരിക്കുന്നു. ആദ്യമായി ഉദ്ധരിക്കുന്നത് അൽ ഇമാമുൽ അഅ്സം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് സഹാബത്തിനെ കണ്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ നേരിൽ കണ്ട ഇമാം. ആ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്
എല്ലാ ആളുകൾക്കും അറിയാം ഫത്ഹുൽ ഖദീർ അലൽ ഹിദായ. ഈ ഫത്ഹുൽ ഖദീറിൽ മഹാനായ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പേരോട് എഴുതിയതാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഹിജ്റ 681 വഫാത്തായ ഇമാം ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. മഹാനവർകൾ എന്താണ് പറയുന്നതെന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുക്കൽ ചെന്ന് എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, വയസ്അലുല്ലാഹ തആല ഹാജതഹു. നബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് മനുഷ്യന്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിക്കണം. മുതവസ്സിലൻ ഇലല്ലാഹി ബിഹദ്റത്തി നബിഹി അലൈഹി സ്വലാത്തു വസ്സലാം വഅഅ്മുൽ മസാഇൽ വഅഹമ്മുഹാ അഅ്മുൽ മസാഇൽ വഅഹമ്മുഹാ സുആലു ഹുസ്നുൽ ഖാതിമതി വൽറിദ്വാൻ വൽ മഗ്ഫിറഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി അവിടുത്തെ മഹത്തായ ഹദ്റത്തിൽ അല്ലാഹുവിനോട് ഹുസ്നുൽ ഖാതിമത്ത് കിട്ടാൻ വേണ്ടി, അവസാനം നന്നായി മരിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി, പാപം പൊറുക്കാൻ വേണ്ടി നബിയുടെ ഖബറിനടുക്കൽ ചെന്ന് ഇടയാളനാക്കി പറയണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ, നബിയെ എനിക്ക് ശുപാർശ ചെയ്യണേ, എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറയണം. എന്താണ് അദ്ദേഹം പറയേണ്ടത് റസൂലുള്ളാഹിനോട്? ഹനഫി മദ്ഹബിലെ ഏറ്റവും എഴുത്തുമതായ കിതാബ് പറയാൻ ഫയഖൂലു, അദ്ദേഹം പറയണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക ശഫാഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു നബിയേ എന്ന് പറയണം. അസ്അലുക ശഫാഅ, ഞാൻ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു നബിയേ. ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, വഅതവസ്സലു ബിക ഇലല്ലാഹി ഫീ അൻ അമൂത മുസ്ലിമൻ അലാ മില്ലതിക വസുന്നതിക. നബിയേ, തങ്ങളുടെ മാർഗത്തിലും തങ്ങളുടെ സുന്നത്തിലുമായി ഞാനൊന്ന് മരിച്ചു കിട്ടാൻ ഞാൻ തങ്ങളെ ഇടയാളനാക്കുന്നു നബിയേ. വയദ്കുറു കുല്ലമാ കാന മിൻ ഖബീൽ ഇസ്തിഗ്ഫാഫി വദ്ദിഫ്ഖി. അവിടെ വെച്ച് വളരെ വിനയത്തോടെയും താഴ്മയോടെയും അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കുകയും വേണം. റസൂലുള്ളാഹിനോട് നല്ല നിലക്ക് മരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. ഇത് ഹനഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് ഫത്ഹുൽ ഖദീറാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇനി ഞാൻ മാലിക്കി മദ്ഹബിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, താപത്തിനെ കണ്ട താബിഈകളിൽപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹുവിനെയും സാലിം റളിയല്ലാഹു അൻഹുവിനെയും കാണുകയും മനസ്സിലാക്കുകയും മദീനത്തെ പള്ളിയിലിരുന്ന് ദർസ് നടത്തുകയും ചെയ്ത മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണെന്ന് പറയുമ്പോൾ പിന്നെ മഹാനവറുകളുടെ വിവരം പറയണോ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് എന്താണ്? മാലിക്കി മദ്ഹബിലെ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കിതാബുൽ മദ്ഖലിൽ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 254 പേജിൽ മഹാനവറുകൾ മൊത്തത്തിൽ തന്നെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ അടുക്കൽ പറയേണ്ടത് എന്ത്, അത് വിശദീകരിക്കുകയാണ്. ഓരോന്നായി കേട്ടോളൂ. മഹാനവറുകൾ പറയാണ്, ഫഇൻ കാനൽ മയ്യിത്തുൽ മുസാർ മിമ്മൻ തുർജാ ബർക്കത്തുഹു. നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മയ്യിത്ത് ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാനാണെങ്കിൽ, പെരിങ്ങത്തൂര് അരിൽ കൂഫി തങ്ങളെ മഖ്ബറയാണെങ്കിൽ, നാദാപുരത്ത് ജുമാഅത്ത് പള്ളിന്റെ ഭാഗത്തുള്ള ഔലിയാക്കളുടെ അതേ മേനക്കോത്തോറ് ഞാറ്റൂത്തോറ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മഹാന്മാരുണ്ട് ഇവിടെ, അവരെയൊക്കെ മഖ്ബറകളാണെങ്കിൽ, അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഷാഫി ഇമാമിന്റെയും ഒക്കെ മഖ്ബറയാണെങ്കിൽ അവിടെ എന്ത് വേണോന്നാ പറയുന്നത്? ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാന്റെ മഖ്ബറയാണെങ്കിൽ ഫയതവസ്സലു ഇലല്ലാഹി തആല ബിഹി, ആ മഹാൻ മുഖേന അല്ലാഹുവിനോട് ആ മഹാനെ ഇടയാളനാക്കി തേടണം. വകദാലിക യതവസ്സലു الزائر بمن يراه الميت ممن ترجى بركته الى النبي صلى الله عليه وسلم. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഈ മഹാന്മാരെ മുഖേന നമുക്ക് ചേരാൻ കഴിയണം. അതുകൊണ്ട് റസൂലുള്ളാഹിയിലേക്ക് നമ്മൾ എത്തിച്ചു തരാനും ആ മഹാന്മാരെ അടയാളനാക്കി ചൊല്ലണം.
ഏത് ആളെ തവസ്സുലാക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ കൊണ്ട് ആരംഭിക്കണം. മഹാനവറുകൾ പറയുകയാണ്, കാരണം എല്ലാ ഇടയാളന്മാരുടെയും അടിസ്ഥാനവും നേതൃത്വവും കേന്ദ്രവും അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി തേടണം. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന എല്ലാ ഇമാമീങ്ങളെയും മഹാന്മാരെയും ഇടയാളന്മാരാക്കി തേടണം. എന്നിട്ട് തീർന്നില്ല. എന്നിട്ട് മഹാനവറുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ